ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഈസ് അക്കരപ്പച്ച മൈൻഡ് സെറ്റ്. അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാണ്, റൊമാൻറ്റിക് സെഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിലാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നാറില്ലേ, എടാ ഇവിടെയൊക്കെ ഇനി നല്ല ഒരുത്തി ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ലേ. ചിലപ്പോൾ നമുക്ക് സൗന്ദര്യത്തിന്റെ ഒരു ബേസിസിലായിരിക്കും തോന്നണേ, ചിലപ്പോൾ ഒരു സ്വഭാവത്തിന്റെ ബേസിസിലായിരിക്കും, വേറെ പലതും ആകും. അപ്പം അതിനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? ശരിക്കും അക്കരപ്പച്ച മൈൻഡ് സെറ്റ് മോശമാണോ, അതോ ഇത് നോർമൽ സംഭവമാണോ, അതോ ഒരു കമ്മിറ്റ്മെന്റിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ ഇവൻ വേറെ കാറ്റഗറി കേട്ടാ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ കാറ്റഗറി അല്ല, പുതിയ കാറ്റഗറി ഉണ്ടാക്കി. ശരിയതാ. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റ് നല്ലതാണോ? അത് ഇപ്പം സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞാണ് ഒരുത്തൻ മെസ്സേജ് അയച്ചേക്കണേ. അവന് സ്നേഹത്തിലായിട്ട് വേറെ പിള്ളേരെ കാണുമ്പോ ഇത് അവളൊക്കെ ഇനി കാണാൻ കൊള്ളാലോ, പിന്നെ അവളെ നോക്കണം. അപ്പൊ അവന് ആ ഒരു സംഭവമാണ്, അവന് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം, അതോ വേറെ ആളിലേക്ക് നോക്കണം. എന്തുകൊണ്ടാണ് ഇവര് വേറെ ആൾക്കാരോടും ഈ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നത്? അക്കരപ്പച്ച മൈൻഡ് സെറ്റ് നല്ലതാണോ, അത് നോർമൽ ആണോ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതെ, എല്ലാം 10-ൽ 10 ആണ്. എന്നുവെച്ചാ പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 100% അവൈലബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, മര്യാദക്കാണ് പോകണം. അല്ല, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒരു ആൺകൊച്ചായിക്കോട്ടെ പെൺകൊച്ചായിക്കോട്ടെ, രണ്ടുപേരിൽ ഒരാൾക്ക് ഇങ്ങനൊരു മൈൻഡ് വരുന്നത് ചിലപ്പോ അങ്ങനെ. ഇപ്പൊ നമുക്ക് നമ്മുടെ പാർട്ട്ണറിൽ നമ്മള് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും തോന്നത്തില്ലല്ലോ, സ്വാഭാവികമായി. അല്ല, ഇത് ഇപ്പൊ പറഞ്ഞ രീതി വെച്ചിട്ടാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ എല്ലാത്തവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല. അത് ശരി. ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ ആൾക്കാരായി പോകണമെന്നുണ്ടെങ്കിൽ പോലും ആരും 100% സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് നീ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തി അവിടെ ഇല്ല. ഞാനിവിടെ കൗച്ചിൽ അടുത്താണ്. അക്കരപ്പച്ച മൈൻഡ് സെറ്റ് സോറി ഗൈസ്, ഞങ്ങൾ ഇതിലേക്കാണ് വേറെ ടൈം സ്റ്റാമ്പ് ഇടാൻ താഴെ നിനക്കൊന്നും ഒരു പണിയില്ല. നമുക്ക് പണിയില്ലാത്ത വീഡിയോ എടുക്കുന്നത്. അക്കരപ്പച്ച മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്. പക്ഷെ ആ അക്കരപ്പച്ച മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അക്കരപ്പച്ച തേടി പോകുമ്പോഴാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിലാണ് കാര്യം. അതന്നെ, അക്കരപ്പച്ച മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആരും സാറ്റിസ്ഫൈഡ് ആകാത്തത് കൊണ്ട് തന്നെ ഒരു സാധനം മറ്റുള്ളവർ നല്ലതാണെന്ന് തോന്നുമ്പോഴത്തേനും, ഇപ്പൊ സൗന്ദര്യത്തിന്റെ കേസാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവള് കുറച്ചുകൂടി സൗന്ദര്യം കൂടുതലാണല്ലോ, അവളെക്കാളും സൗന്ദര്യം മറ്റേ ആൾക്കെന്ന് പറയുമ്പോഴത്തേനും അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അവരുടെ സ്വഭാവം കുറച്ചുകൂടെ നല്ലതാണല്ലോ എന്ന് കേൾക്കുമ്പോഴത്തേനും മനസ്സിനകത്തിനും അത് അതിനൊരു അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടുകാരെ കേസ് നോക്കുമ്പോഴത്തേനും, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വീട്ടുകാരെ സംഭവിക്കാൻ പാടില്ല. അപ്പം മറ്റേ റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടുകാർ കുറച്ചുകൂടെ ഓക്കെയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൈസ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ല ജോലിയും കാര്യങ്ങളുള്ളവർക്കാണ്, അപ്പം മറ്റുള്ളവർക്ക് അങ്ങനെ പല പല ചാൻസസുകളുണ്ട്. ബട്ട് ഈ സാധനം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആലോചിച്ച് പറയല്ലോ. സാധനത്തിലേക്ക് നമ്മള് പോകുമ്പോഴത്തേനാണ് അക്കരപ്പച്ച മൈൻഡ് സെറ്റ് ഒക്കെ ഇരുന്നോട്ടെ. ബട്ട് എപ്പൊ നമ്മൾ അക്കരപ്പച്ച തേടി പോകുന്നോ, ഇക്കരപ്പച്ച നല്ല തോന്നിയിരിക്കും. ഉത്തരത്തിലുള്ളത് പോവുകയും ചെയ്യും, കഷത്തിലുള്ളത് കിട്ടും. കഷത്തിലുള്ളത് കിട്ടത്തുമില്ല, ഉത്തരത്തിലുള്ളത് പോവുകയും ചെയ്യും. നിനക്കെന്താ തോന്നുന്നു അക്കരപ്പച്ച പറ്റി? എടാ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒന്നും ഞാൻ ഒരു സാധനം ഓർത്ത് വെച്ചായിരുന്നു, മറന്നുപോയി. പുല്ല. എടാ, അഡ്ജസ്റ്റ്മെന്റ്സിലാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താണ്. അതായത് ആ ആളും ഈ ആളും 100% കമ്പാറ്റബിൾ ആണെന്ന് ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല. അത് ഒരിക്കലും നടക്കത്തില്ല. ആ ആൾക്ക് എന്തൊക്കെ ഫ്ലോസ് ഉണ്ടെന്ന് ഈ ആള് മനസ്സിലാക്കി
ആളുടെ കൂടെ ഒന്ന് സഹകരിക്കണം, ഇങ്ങോട്ട് സഹകരിക്കണം. അങ്ങനെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പോകും. അതുകൊണ്ട് അക്കരപ്പച്ച മൈൻഡ് സെറ്റ് അതുമായിട്ട് ബന്ധമില്ലല്ലോ. അക്കരപ്പച്ച മൈൻഡ് സെറ്റ് മനസ്സിലായില്ലേ? അവന്റെ ആൻസർ ഇൻവാലിഡ് ആയിപ്പോയി. ഇതാണ് ആദ്യം ഞാൻ ഇതിന്റെ ഒരു വായ അടച്ചത്. അല്ലടാ അതിന്റെ ടൈലന്റ് ഓർത്ത നീ പറഞ്ഞു. നിന്റെ ആടെ തെറി പറഞ്ഞാൽ ഇതിന്റെ അവിടെ തെറി പറഞ്ഞത് ടൈലന്റ് ആയിരുന്നു ആദ്യം ഓർത്ത് വെച്ചത്, മറന്നുപോയി. അഡ്ജസ്റ്റ്മെന്റ് ഇത് ഒരു നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റി ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു ഫാക്ടറിയിൽ ഇല്ലാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവള് കൊള്ളാം, പക്ഷെ അവളോട് ഒരു താല്പര്യം ഉണ്ടെങ്കിലും പക്ഷെ വേറൊരു തീരെ കാണും. അപ്പൊ അവള് ചിലപ്പോ സൗന്ദര്യമായിരിക്കും, അല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ സ്വഭാവമായിരിക്കും, അല്ലെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായിരിക്കും കൂടുതൽ. പക്ഷേ പിന്നെ നമ്മള് കുറച്ചുകൂടെ ഒക്കെ മാറി പ്രായമായി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വലിയ പ്രായമൊന്നുമായിട്ടില്ല, എന്നാലും പ്രായമായി മെച്യൂരിറ്റി വരുമ്പോ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇതെന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ആണ് സംഭവം. നമ്മൾ അപ്പുറത്തേക്ക് നാളെ മനസ്സിലാക്കുക അതിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള ഒരാള് എന്തായാലും അവിടെ ഉണ്ട് പല ഫീൽഡിലും. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് അയാൾക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറുക, അപ്പുറം അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു കമ്മിറ്റ്മെന്റിൽ ഒരു ഡിസിഷൻ അങ്ങ് എടുത്ത് അതങ്ങ് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകേണ്ടതാണ് കാര്യം. അതല്ലേ നല്ലത്, അതാണ് നല്ലത്. പിന്നെ ഈ 3-4 പേരുണ്ടെങ്കിൽ തലവേദന ഇരട്ടി ഡബിൾ ട്രിപ്പിൾ 4 ശരിയാ. ചത്താ